കണ്ണമംഗലം കരയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാമോ? ചെട്ടുളങ്ങര ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ കരയാണ് കണ്ണമംഗലം തെക്കുകര. ഇതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ദേവീക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ദേവീക്ഷേത്രത്തിൻ്റെ കന്നേ മൂലയ്ക്ക് സ്ഥിതി ചെയ്യുന്ന കരയാണ്. ഇതിന് വളരെയധികം പ്രാചീനപരമായ രീതിയിൽ, വളരെ ചരിത്രപരമായ രീതിയിൽ ഐതിഹ്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണ് കണ്ണമംഗലം. ഖാണ്ഡവ ദഹനവുമായി ബന്ധപ്പെട്ടും കണ്ണുമാമനിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ടുമൊക്കെ നിൽക്കുന്ന വളരെ പുരാതനമായ ഒരു സ്ഥലമാണ് കണ്ണമംഗലം എന്ന് പറയുന്നത്. കണ്ണമംഗലം, ആ കണ്ണമംഗലം തെക്ക് കരയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെട്ടുളങ്ങര ഭഗവതിയുടെ പ്രതിസ്ഥാനീയനായിരിക്കുന്ന പരമശിവൻ ഭഗവാൻ കുടികൊള്ളുന്നത് ഇവിടെയാണ്. മഹാശിവരാത്രി നാളിൽ അത്യപൂർവവും ആഡംബരപൂർവമായ ഒരു ചടങ്ങുണ്ട്. ഇവിടെ പ്രതിപുത്രി സംഗമവും കൂടിയെഴുന്നള്ളത്തും. അപ്പോൾ ഭഗവതി തൻ്റെ പിതാവായ പരമശിവനെ, ഭഗവാനെ കാണുവാനായിട്ട് ഇവിടെ എത്തുകയും ആ ശിവരാത്രി വ്രതം ഭഗവതി ഇവിടെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കരയുടെ കെട്ടുകാഴ്ചയാണ് തേര്. ചെട്ടുളങ്ങര ദേവീക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന തേരും കണ്ണമംഗലം തെക്ക് കരയുടേതാണ്. അഞ്ചാമത്തെ കരയാണ് കണ്ണമംഗലം തെക്ക് കര. കെട്ടുകാഴ്ചയുടെ പ്രത്യേകത, ഞങ്ങളുടെ കെട്ടുകാഴ്ച തേരാണ്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഇറങ്ങുന്ന അഞ്ചാമത്തെ കരയാണ്. ആദ്യമായിട്ട് ഇറങ്ങുന്ന തേര് ഞങ്ങളുടേതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ദൂരം താണ്ടിപ്പോകുന്നത്, വയലുകളിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം താണ്ടിപ്പോകുന്നതും തേര് കണ്ണമംഗലം തെക്ക് കരയുടേതാണ്. പിന്നെ മണ്ഡപത്രയിലെ പരമശിവന്റെയും ഭഗവതിയുടെയും കൂടെ ഒരു ദാരുശില്പമുണ്ട്. ഇപ്രാവശ്യം ഇത് തേരിൻ്റെ വെള്ള, അലങ്കരിക്കുന്ന വെള്ള, അതുപോലെ തന്നെ ഏറ്റവും കൂടാരത്തിൻ്റെ പട്ട്, ഇവയൊക്കെ പുതിയതാണ്. അതുപോലെ തന്നെ ഒരു ചാട് പുതിയതാണ്. ഈ ഇരിക്കുന്ന കതിരുകാല് ഒക്കെ പുതിയതാണ്. കുത്തുകത്രിക, അങ്ങനെയൊക്കെയുള്ള പല പല ഭാഗങ്ങൾ മാറിയിട്ടുണ്ട്, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാലും ശരി, അതിൻ്റെ ആ പ്രാചീനത അതേ നിലനിർത്തിക്കൊണ്ട്, ഞങ്ങൾക്ക് പൂർവികർ പറഞ്ഞു തന്നിരിക്കുന്ന അതേ അളവുകളും അതേ കണക്കുകളും നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ കെട്ടുകാഴ്ച തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കെട്ടുകാഴ്ചയുടെ നിർമ്മാണം വേഗത്തിൽ നടക്കുകയാണ്. കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തിനാണോ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിനാണോ പഴക്കം കൂടുതൽ? ഇത് പറയുമ്പോൾ കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തിനാണ്. കണ്ണമംഗലം ക്ഷേത്രത്തിനാണ്. ഇത് പറഞ്ഞല്ലോ, ഈ കണ്ണുമാമനിയുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്. കണ്ണുമാമനി ഇങ്ങനെ മാലിനീ തീരവാസിയായിരുന്ന മാമുനി തൻ്റെ വളർത്തുപുത്രിയായുടെ ഇതുമൂലം, വേർപാട് മൂലം ഇവിടെ ദുഃഖിതനാകുകയും ഇങ്ങനെ സഞ്ചരിച്ച് അച്ചൻകോവിലാറിൻ്റെ തീരത്ത് വരിക. അതേപോലെ തന്നെ തോന്നുന്ന ആ മാലിനീ തീരം പോലെ തോന്നുന്ന സ്ഥലമായ അച്ചൻകോവിലിൻ്റെ ആറ് തീരത്ത് വരികയും അവിടെ തൻ്റെ ശിഷ്യഗണങ്ങളോടൊപ്പം വരികയും അവിടെ അദ്ദേഹം അനുയോജ്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ തപസ്സനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവനെ പൂജിക്കുവാനായിട്ടുള്ള സ്ഥലം തിരക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ പർണശാല കെട്ടി താമസിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവിടുത്തെ സ്ഥലനാമങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായ ശാർങ്ങരവൻ താമസിച്ച സ്ഥലം ശാർങ്ങരവത്തെന്നും, അതേപോലെ തന്നെ 108 ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും, അതെല്ലാം ശേരികൾ എന്ന് അവസാനിക്കുന്നു, കോളശ്ശേരി, മംഗലശ്ശേരി എന്നൊക്കെ അവസാനിക്കുന്ന രീതിയിലുള്ളതായിരുന്നെന്നും ഒരുപാട് സ്ഥലനാമങ്ങളിൽ നിന്നൊക്കെ നമുക്കറിയാൻ പറ്റും. പഴക്കം കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തിന് തന്നെയാണ്. പിന്നെ ചെട്ടുളങ്ങര ദേവീക്ഷേത്ര ഭഗവതിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട കഥ അറിയാമല്ലോ. അപ്പം പഴക്കം കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തിന് തന്നെയാണ്. പല ക്ഷേത്രങ്ങൾ നടത്തിയിരിക്കുന്നത് പരശുരാമ പ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, മറ്റെങ്ങുമില്ലാത്തൊരു പ്രത്യേകതയാണ്, കണ്ണുമാമനിയാണ്, മുനിപുങ്കവനായിരിക്കുന്ന കണ്ണുമാമനിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ ക്ഷേത്രം പുതുക്കി പണിയുന്ന സമയത്ത് കായംകുളം രാജാവ് ഈ ക്ഷേത്രം പുതുക്കി പണിയുന്ന സമയത്ത് ഈ വിഗ്രഹം മാറ്റി ബാലാലയത്തിലോട്ട് മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ നാളം ഇതിൻ്റെ പിന്നെ എത്ര മാത്രം താഴോട്ടുണ്ട് നമുക്ക് അറിയാനൊക്കെ. അതിന് പകരമായിട്ട് പ്രത്യേകമായിട്ട് ഗർഭഗൃഹം ഉണ്ടാക്കി അതിനുള്ളിൽ വെച്ചുകൊണ്ടാണ് വട്ടത്ത് ശ്രീകോവിൽ തീർത്ത് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം പഴക്കമുള്ളതും ആയ ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി കണ്ണുമാമനിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതാണ് കണ്ണുമംഗലം എന്ന് പറയുന്നത്. കണ്ണുമംഗലമാണ്, കണ്ണുവിൻ്റെ മംഗലം, അതാണ് കണ്ണുമംഗലം എന്ന് പറയുന്നത്.